പി.വി. അൻവറിന്റെയും DMK-യുടെയും UDF പ്രവേശനം തള്ളാതെ കെ. മുരളീധരൻ. അൻവറിന് മുൻപിൽ വാതിൽ കൊട്ടിയടച്ചിട്ടില്ലെന്നും പാർട്ടി മുന്നണിയുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും കെ. മുരളീധരൻ പറഞ്ഞു. UDF അൻവറിനെ സ്വീകരിക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കെയാണ് ഈ നിലപാടിനെ തള്ളാതെ കെ. മുരളീധരൻ രംഗത്ത് വന്നത്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദത്തിനുള്ള ചർച്ചകൾ സജീവമായിരിക്കെ 2026 ആരും അജണ്ട ആക്കിയിട്ടില്ല എന്നും 2025 തദ്ദേശ തിരഞ്ഞെടുപ്പാണ് നിലവിൽ ലക്ഷ്യമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയും 2025 തദ്ദേശ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി പ്രവർത്തിക്കണമെന്ന് പാർട്ടി നേതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു. അധികം എടുത്തുചാടരുത് എന്നും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ തൂത്തുവാരണമെന്നും AK ആന്റണി പറഞ്ഞിരുന്നു. അനവസരത്തിലുള്ള ചർച്ചകൾ വേണ്ടെന്നും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അവിടെ നിൽക്കട്ടെ എന്നും AK ആന്റണി പറഞ്ഞിരുന്നു. പണം ഞങ്ങൾ തരും. UDF രംഗപ്രവേശന അഭ്യൂഹം സജീവമാക്കി പി.വി. അൻവർ പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിച്ചതെന്നും മറ്റ് രാഷ്ട്രീയ ചർച്ചകൾ നടന്നിട്ടില്ലെന്നുമാണ് അൻവർ പിന്നീട് പ്രതികരിച്ചത്. രമേശ് ചെന്നിത്തലയും K. സുധാകരനും അൻവറിനെ സ്വീകരിക്കുന്നത് അനുകൂലിക്കുന്നവരാണ്. തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും ഉചിതമായ സമയത്ത് UDF നേതൃത്വം ഉചിതമായ തീരുമാനം എടുക്കുമെന്നുമായിരുന്നു VD സതീശൻ പ്രതികരിച്ചിരുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന പരാമർശം നടത്തിയ അൻവറിനെ UDF-ലേക്ക് എടുക്കുന്നതിൽ VD സതീശൻ അടക്കം പല നേതാക്കളും അതൃപ്തി പങ്കുവച്ചിരുന്നു. പ്രതിപക്ഷ നേതാവിനെതിരെയും അൻവർ ഗുരുതര ആരോപണങ്ങൾ നേരത്തെ ഉന്നയിച്ചിരുന്നു. എന്നാൽ സർക്കാരിനെതിരെ നിരന്തരം സമരം പ്രഖ്യാപിക്കുകയും നിലവിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിവാദം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അൻവറിനെ ഒപ്പം നിർത്തണമെന്ന അഭിപ്രായം UDF-ൽ രൂപപ്പെടുകയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.